നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഗുണം ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമുക്ക് പല പാട്ടുകളും അറിയാം. ചിലപ്പോൾ നമ്മൾ ചില പാട്ടുകളുടെ ഇടയ്ക്കത്തെ വരികളായിരിക്കും ഓർമ്മയിലുണ്ടാകുക. എന്നാൽ അതിൻ്റെ തുടക്കം എന്താണെന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് നമുക്ക് ആ പാട്ടൊന്ന് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കത്തെ വരി മാത്രമാണ് നിങ്ങളുടെ ഓർമ്മയിലുള്ളതെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂട്യൂബിൽ ആ പാട്ട് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് നമുക്ക് ഓർമ്മയുള്ള വരി പോയി അവിടെ ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കും, പക്ഷേ പാട്ട് കിട്ടത്തില്ല. പക്ഷേ യൂട്യൂബിൽ അതിനൊരു അടിപൊളി ഓപ്ഷനുണ്ട്. അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഓർമ്മയുള്ള വരി വെച്ച് തന്നെ നമുക്ക് ആ കൃത്യമായി പാട്ട് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇത് യൂട്യൂബ് ഈ ഫീച്ചർ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇത് അറിയാമായിരുന്നു, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് നീ ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇതറിയാൻ മേലാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അറിയാവുന്ന ആൾക്കാർ ദയവായി സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ അറിയാൻ മേലാത്തവർ എൻ്റെ കൂടെ പോരുക. നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ഇത് ചെയ്യുവാനായിട്ട് ആദ്യം നമ്മുടെ ഫോണിലെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലത്തെ സൈഡിൽ മുകളിലായിട്ട് ഒരു സെർച്ച് ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലത്തെ സൈഡിൽ മുകളിലായി തന്നെ ഒരു മൈക്കിൻ്റെ ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനാണ് അവിടെ ഉള്ളത്, ഒന്ന് വോയിസ്, രണ്ടാമത്തത് സോങ്. നമ്മൾ ഈ സോങ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് പാട്ടാണോ കണ്ടുപിടിക്കേണ്ടത് ആ പാട്ടിൻ്റെ നിങ്ങൾക്ക് ഓർമ്മയുള്ള വരി അവിടെ പാടിക്കൊടുക്കുക. ഇപ്പം ഞാനൊരു വരി ഇവിടെ പാടിക്കൊടുക്കാം, അത് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എവിടെ സ്വർഗ കന്യകൾ, എവിടെ സ്വർണ്ണ ചാമരങ്ങൾ, ഇന്ദുലേഖ കൺതുറന്നു എന്ന ഗാനമായിരുന്നു ഞാൻ ആലപിച്ചത്. അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കത് അവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് പ്ലേ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരെണ്ണം നോക്കാം. അതിനായിട്ട് വീണ്ടും മൈക്കിൻ്റെ ഐക്കണിൽ ടച്ച് ചെയ്യുന്നു, സോങ് സെലക്ട് ചെയ്യുന്നു. നാഗഭണക്കാവിനുള്ളിൽ തെളിഞ്ഞു കത്തും കൽവിളക്ക്, ആമ്പല്ലൂർ അമ്പലത്തിൽ ആറാട്ട് എന്ന പാട്ടായിരുന്നു ഞാൻ പാടിയത്. അത് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരെണ്ണം കൂടി നോക്കാം. മൈക്കിൻ്റെ ഐക്കൺ ടച്ച് ചെയ്തു, സോങ് സെലക്ട് ചെയ്തു. അറിയാതുണർന്നു കതിരാർന്ന ശീലുകൾ, പാതിമെയ് മറഞ്ഞതെന്ത് എന്ന ഗാനമാണ് ഞാനിപ്പോൾ ആലോചിച്ചത്. ആ പാട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ വിചാരിക്കും ഇത് ഞാൻ നേരത്തെ സെർച്ച് ചെയ്ത് വെച്ചിട്ട് എടുത്തുകൊണ്ട് വരുന്നതാണ്. അങ്ങനൊന്നും അല്ല, നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, മൈക്കിൻ്റെ ഐക്കണിൽ ടച്ച് ചെയ്യുക, സോങ് സെലക്ട് ചെയ്യുക, പാടിക്കൊടുക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ടാണ് വരികൾ പാടിക്കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പാട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ അവർക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നല്ലൊരു കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.